ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ സിറ്റ് ഔട്ട് ക്ലീനിങ്ങും പ്ലാന്റ്സ് റീഅറേഞ്ച്മെൻറ്റുമാണ്. തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ സിറ്റ് ഔട്ടിൽ ഞാൻ കുറച്ച് പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് സിറ്റ് ഔട്ടൊക്കെ ക്ലീൻ ചെയ്ത് പ്ലാന്റ്സ് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു വരുതേ. അപ്പോൾ പ്ലാന്റ്സുകളെല്ലാം ഞാനെടുത്ത് ഇപ്പോൾ ഓരോന്നായിട്ട് എല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷൂറാക്കിൻ്റെ മേലെ ഇരുന്നതും സ്റ്റാൻഡിലിരുന്നതും എല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നർ പോട്ടിൽ ഇരുന്ന പ്ലാന്റ്സുകളെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ഇന്നർ പോട്ടിൽ വെള്ളം ഉണ്ടാവുമല്ലോ, നമ്മൾ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞ് പോട്ടൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സിറ്റ് ഔട്ടിൽ പ്ലാന്റ്സ് വെക്കുന്നവരാണെങ്കിൽ അതൊരു 3-4 മാസം കൂടുമ്പോൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുക. അപ്പോൾ ലീഫിലും ഒക്കെ നന്നായിട്ട് നനയത്തക്ക രീതിയിൽ നനച്ചു കൊടുക്കുക. എന്നാലാണ് നമ്മുടെ പ്ലാന്റ്സൊക്കെ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഫെർട്ടിലൈസറും ഒക്കെ ചെയ്യാനുള്ളതാണെങ്കിൽ അതൊക്കെ ചെയ്ത് നല്ല ഫ്രഷ് ആക്കി വെക്കുക കേട്ടോ. പ്ലാന്റ്സൊക്കെ എപ്പോഴും നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് എപ്പോഴും നല്ല നീറ്റാക്കി ഫ്രഷാക്കി ഹെൽത്തി ആയിട്ട് തന്നെ വെക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിന് ശേഷം ജനലിൻ്റെ ആ പടികളും പിന്നെ ഷൂറാക്ക് സ്റ്റാൻഡ് എല്ലാം നന്നായിട്ട് നനച്ചിട്ട് ഒന്ന് തുടയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ലൈസോൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ പ്ലാന്റ്സിന് പൊതുവേ ചാണകപ്പൊടി ആണ് ചേർത്ത് കൊടുക്കാറുള്ളത്. പിന്നെ നമ്മൾ അരി കഴുകിയ വെള്ളം, പരിപ്പ്, അങ്ങനെ ഉഴുന്ന് അങ്ങനെ കഴുകിയ വെള്ളം ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഇടയ്ക്ക് അത് ഒഴിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും കൂടി സെയിം അളവിലെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അതാണ് കേട്ടോ പോട്ടിൽ നിറച്ച് കൊടുക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഇതേപോലെ എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് പ്ലാന്റ്സൊക്കെ നനച്ചിട്ട് അങ്ങനെ തിരികെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സ് കെയർ ചെയ്യുന്നത്. അങ്ങനെ വലുതായിട്ടുള്ള കെയറിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ മൊത്തത്തിൽ നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സിറ്റ് ഔട്ട്. ഇനിയിപ്പോൾ ഈ പ്ലാന്റ്സുകൾ ഒന്ന് റീപോട്ട് ചെയ്യാനുണ്ട്. ഇത് പോട്ടുകൾ രണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് സ്റ്റാൻഡിൽ വെച്ചിരുന്ന പോട്ടുകളായിരുന്നു. നമ്മൾ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒടിഞ്ഞു പോകും. ഇത് വെയിലും ഇതൊക്കെ കൊണ്ട് കഴിയുമ്പോൾ പ്ലാസ്റ്റിക്കാണ്, പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ ഇതായി പോകും. അപ്പോൾ ഞാൻ ഇതിലേക്ക് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് സെയിം അളവിലെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് പോട്ടിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ പ്ലാന്റ്സുകൾ പതുക്കെ പോട്ടിൽ നിന്ന് വലിച്ച് എടുത്തിട്ടാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ സൈഡിലും 4 ഭാഗത്തായിട്ടും കുറേശ്ശെ മണ്ണും അതൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 പ്ലാന്റ്സും റീപോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ പ്ലാന്റ് ഞാൻ പുറത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സിറ്റ് ഔട്ടിലൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഫിഡിലി ഫിഗ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നതാണ്. ഞാൻ അവിടെ വെച്ച് സ്റ്റെം കട്ട് ചെയ്തു. ഇപ്പോൾ അത് നല്ല മഴയായിരുന്നല്ലോ, ആ സമയത്ത് ആണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് 2 സ്റ്റെമ്മായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ, ആ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന്. എന്നിട്ട് ഇപ്പോൾ ഈ പോട്ടിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലീഫൊക്കെ നന്നായിട്ട് നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പുറത്തിരുന്നതായത് കൊണ്ട് നന്നായിട്ട് പൊടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പോട്ടുകൾ നന്നായിട്ട് തന്നെ തുടച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ സിറ്റ് ഔട്ടിൽ വെക്കേണ്ട പ്ലാന്റ്സുകളെല്ലാം ഞാൻ മേലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തിരുന്ന ഒരു പ്ലാന്റ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ സിറ്റ് ഔട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പുറത്തിരുന്നത് കൊണ്ട് തന്നെ നല്ല പൊടിയും അഴുക്കൊക്കെ ഉണ്ടായിരുന്നു ലീഫിൽ. അപ്പോൾ അത് നനഞ്ഞ ഒരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ലീഫിന് നല്ല ഗ്ലേസിങ്ങും നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. നമ്മൾ സിറ്റ് ഔട്ടിൽ വെക്കുന്നതാണല്ലോ. ഇനിയിപ്പോൾ ഓരോ ചെടികൾ ഞാൻ സിറ്റ് ഔട്ടിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്.
ഇത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പ്ലാന്റ്സ് ആണ്. അപ്പോൾ അത് വെള്ളമൊക്കെ പോയിട്ട് സെറ്റായിട്ടിരിക്കുമായിരുന്നു. അത് ഞാൻ ഇന്നർ പോട്ടിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റാൻഡിൽ വെക്കാനുള്ളതാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റാൻഡിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഷൂറാക്കിൻ്റെ മേലെയായിട്ടും ഞാനൊരു പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതും നേരത്തെ ഇരുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ ചെടികളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയറൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മാറ്റുകളും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സിറ്റ് ഔട്ട് ക്ലീനിങ്ങും പ്ലാന്റ്സ് സെറ്റ് ചെയ്യലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.